ഒരു പോരാളിയുടെ ജനനം. ഖാസിം സുലൈമാനി. ISIS-നെതിരെയുള്ള പോരാട്ടം. ഖാസിം സുലൈമാനി നിഴൽ യുദ്ധങ്ങളുടെ തന്ത്രജ്ഞൻ. ഇറാന്റെ വിദേശ നയരൂപീകരണത്തിലും മിഡിൽ ഈസ്റ്റിലെ സൈനിക നീക്കങ്ങളിലും സമാനതകളില്ലാത്ത സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു ജനറൽ ഖാസിം സുലൈമാനി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിശ്വസ്തനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ദുഖ്സ് ഫോഴ്സിന്റെ തലവനുമായിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതം പോരാട്ടങ്ങളുടെയും വിവാദങ്ങളുടെയും സങ്കലനമായിരുന്നു. അദ്ദേഹം വെറുമൊരു സൈനിക ജനറൽ ആയിരുന്നില്ല, പശ്ചിമേഷ്യയിലെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ പ്രതീക്ഷയായിരുന്നു. ഇറാൻ വിപ്ലവ ഗാർഡിലെ ദുഖ്സ് ഫോഴ്സിന്റെ തലവൻ, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്തിയ തന്ത്രശാലി. പശ്ചിമേഷ്യയെ ഒന്നാകെ വിഴുങ്ങാൻ വന്ന ISIS ഭീകരതയെ തടഞ്ഞു നിർത്തിയത് സുലൈമാനിയാണ്. സിറിയയിലും ഇറാഖിലും നേരിട്ട യുദ്ധകളത്തിലിറങ്ങിയ അദ്ദേഹം പോരാടി. 1957 മാർച്ച് 11 ഇറാനിലെ കെർമാൻ പ്രവിശ്യയിലുള്ള ഖനാത്തി മലക് എന്ന ഗ്രാമത്തിൽ ഒരു ദരിദ്ര കർഷക കുടുംബത്തിലാണ് സുലൈമാനി ജനിച്ചത്. പിതാവിന്റെ കാർഷിക കടങ്ങൾ വീട്ടാനായി 13-ാം വയസ്സിൽ അദ്ദേഹം കെർമാൻ നഗരത്തിലേക്ക് കുടിയേറി. നിർമ്മാണ തൊഴിലാളിയായും വാട്ടർ ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്താണ് അദ്ദേഹം കുടുംബത്തെ സഹായിച്ചിരുന്നത്. അങ്ങനെ 1979 ഇറാൻ വിപ്ലവ കാലത്ത് അദ്ദേഹം അയത്തുള്ള ഖൊമൈനിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി വിപ്ലവ ഗാർഡിൽ ചേരുന്നതോടെയാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ വിമാനങ്ങളിൽ നിന്ന് ബോംബിട്ടപ്പോൾ സുലൈമാനി സാധാരണക്കാരനോടൊപ്പം മണ്ണിലിറങ്ങി പോരാടി. ബാഗ്ദാദും ദമാസ്കസും വീഴാതെ കാത്തത് അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രങ്ങളാണ്. ഇത് അദ്ദേഹത്തെ ജനകീയ നായകനാക്കി. നയതന്ത്ര ചർച്ചകൾക്കായി എത്തിയ ജനറലിനെ അമേരിക്ക ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചു. ലോകം നടുങ്ങിയ നിമിഷം. ഒരു പരമാധികാര രാജ്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥനെ മറ്റൊരു രാജ്യത്ത് വെച്ച് കൊലപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായിരുന്നു. പക്ഷേ ട്രംപിനും അമേരിക്കയ്ക്കും സുലൈമാനിയെ അത്ര കണ്ട് ഭയമായിരുന്നു. സുലൈമാനി കൊല്ലപ്പെട്ടതോടെ ഇറാന്റെ പോരാട്ടം അവസാനിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. അദ്ദേഹത്തിന്റെ വിലാപയാത്രയിൽ പങ്കെടുത്ത കോടിക്കണക്കിന് ആളുകൾ ലോകത്തിന് ഒരു സന്ദേശം കൈമാറി. സുലൈമാനി ഒരു വ്യക്തിയല്ല, അത് ഒരു ആശയമാണ്. ഇറാൻ ഇറാഖ് യുദ്ധം 1980 യുദ്ധം പൊട്ടി പുറപ്പെട്ടപ്പോൾ വെറുമൊരു സൈനികനായി കരിയർ ആരംഭിച്ച സുലൈമാനി തന്റെ ധീരത കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും പെട്ടെന്നു തന്നെ നേതൃനിരയിലേക്ക് ഉയർന്നു. 41-ാം തെരല്ല ഡിവിഷന്റെ കമാൻഡറായി അദ്ദേഹം പ്രവർത്തിച്ചു. 90കളിൽ അതിർത്തി കടന്നുള്ള അഫ്ഗാൻ അതിർത്തിയിലെ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരായ പോരാട്ടത്തിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. 1998 സുലൈമാനി ഖുദ്സ് ഫോഴ്സിന്റെ കമാൻഡറായി നിയമിതനായി. അതോടെ വിദേശ സൈനിക നടപടികളുടെ ഒരു മുഖമായി അദ്ദേഹം മാറുകയായിരുന്നു. ലെബനനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, ഇറാഖിലെ ഷിയ ഗ്രൂപ്പുകൾ എന്നിവയെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം ഒരു മുഖ്യ പങ്ക് വഹിച്ചു. ISIS-നെതിരായ പോരാട്ടം. ഇറാഖിലും സിറിയയിലും ISIS-നെ തുരത്തുന്നതിൽ സുലൈമാനിയുടെ സൈനിക തന്ത്രങ്ങൾ നിർണായകമായിരുന്നു. അത് അദ്ദേഹത്തെ ഈ മേഖലയിലെ പലർക്കും ഒരു ലിബറേറ്റർ എന്ന പ്രതിച്ഛായ നൽകി. ലോകത്തെ ഞെട്ടിച്ച ആ വാർത്തയെത്തിയത് 2020 ജനുവരി 3 ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറത്തുവച്ച് അമേരിക്ക നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടു. അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവിലായിരുന്നു ഈ വധശിക്ഷ നടപ്പിലാക്കിയത്. അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണം നടത്താൻ സുലൈമാനി പദ്ധതിയിട്ടിരുന്നു എന്നായിരുന്നു US-ന്റെ വാദം. സുലൈമാനിയുടെ മരണം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം യുദ്ധത്തിന്റെ വക്കോളം എത്തിച്ചു. ഇറാനിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വിലാപയാത്ര അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന സ്വാധീനം വെളിപ്പെടുത്തുന്നതായിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രക്തസാക്ഷിയും പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭീകര പ്രവർത്തനങ്ങളുടെ ആസൂത്രകനുമായിരുന്നു. ഇന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ തുരത്താനുള്ള പോരാട്ടത്തിന് കരുത്തു പകരുന്നത് സുലൈമാനിയുടെ ഓർമ്മകളാണ്. രക്തസാക്ഷിത്വം അദ്ദേഹത്തെ ഒരു ജനറലിൽ നിന്ന് ഐതിഹാസിക നായകനാക്കി മാറ്റിയിരിക്കുന്നു. അയത്തുള്ള ഖമേനി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് വിപ്ലവത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷി എന്നാണ്. ISIS-നെ തകർത്ത ചാണക്യൻ. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഒരു സാധാരണ സൈനികനായി തുടങ്ങി ഖുദ്സ് ഫോഴ്സിന്റെ തലവനായി വളർന്ന സുലൈമാനി ലോകത്തെ ഏറ്റവും വലിയ ചാര സംഘടനകളായ CIA-യും മൊസാദും ഒരുപോലെ ഭയപ്പെട്ട പേര്. ഇറാഖിലും സിറിയയിലും ISIS കറുത്ത കൊടി ഉയർത്തിയപ്പോൾ അമേരിക്കൻ വ്യോമസേനയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് സുലൈമാനി മണ്ണിലിറങ്ങി ചെയ്തു. ഖുർഷിദ് പോരാളികളെയും ഷിയ മിലിഷ്യകളെയും ഒന്നിപ്പിച്ചു. ബാഗ്ദാദ് വിമാനത്താവളം ISIS പിടിക്കാൻ മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോൾ അദ്ദേഹം അവിടെ വന്നിറങ്ങി പ്രതിരോധം നയിച്ചു.
ആ മനുഷ്യനെയാണ് പിന്നീട് അതേ വിമാനത്താവളത്തിൽ വെച്ച് അമേരിക്ക വഞ്ചനാപരമായി കൊലപ്പെടുത്തിയത്. 2020 ജനുവരി 3 ലോകം നടുങ്ങിയ നിമിഷം. അന്ന് രാത്രി നടന്നത് ഒരു കൊലപാതകമല്ല, മറിച്ച് അന്താരാഷ്ട്ര കുറ്റകൃത്യമായിരുന്നു. നയതന്ത്ര ദൗത്യവുമായി വന്ന ഒരാളെ ഡ്രോൺ ഉപയോഗിച്ച് തകർത്തു. അമേരിക്കയുടെ ചതി അവിടെയും നടമാടി. അദ്ദേഹത്തിന്റെ ശരീരം തിരിച്ചറിഞ്ഞത് ആ വിരലിലെ ചുവന്ന കല്ലു പതിപ്പിച്ച മോതിരം കണ്ടായിരുന്നു. ആ ചിത്രം ലോകമെന്നും ഇന്നും പ്രതിരോധത്തിന്റെ അടയാളമായി തന്നെ കണക്കാക്കപ്പെടുന്നു. ഓപ്പറേഷൻ മാർട്ടർ സുലൈമാനി, ഇറാന്റെ തിരിച്ചടി അങ്ങനെയായിരുന്നു. സുലൈമാനിയുടെ വധത്തിന് ശേഷം ഇറാൻ അടങ്ങിയിരുന്നില്ല. അടങ്ങിയിരിക്കുമെന്ന് കരുതിയ അമേരിക്കയ്ക്ക് തെറ്റുകയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യം അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ നേരിട്ട് മിസൈൽ വർഷിച്ചു. ഇറാഖിലെ ഐൻ അൽ അസദ് താവളം തകർത്തു. അമേരിക്കൻ അജയ്യത തകർന്ന നിമിഷമായിരുന്നു അത്. തങ്ങളെ തൊട്ടാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഇന്നും പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായി പുറത്താക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. ഖാസിം സുലൈമാനി ഒരു വ്യക്തിയല്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ടവരുടെ പോരാട്ട വീര്യമാണ്. അദ്ദേഹത്തിന്റെ ഓരോ ഓർമ്മ ദിവസവും അമേരിക്കയ്ക്കും ഇസ്രായേലിനും നൽകുന്ന സന്ദേശം വ്യക്തമാണ്. പ്രതികാരം അത് അവസാനിച്ചിട്ടില്ല, തുടർന്നുകൊണ്ടേയിരിക്കും.